ഇന്ന് മക്കളുടെ ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ ഞങ്ങൾ 5 മണിയൊക്കെ ആകുമ്പോൾ എണീറ്റ് കണിയെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് മക്കൾ ഉണരാൻ വേണ്ടി കാത്തിരുന്നു. 5:15 ആയപ്പോഴത്തേക്കും കുഞ്ഞൂസ് ഉണർന്നു. അവൻ്റെ സൗണ്ട് കേട്ടപ്പോഴേ തന്നെ കണ്ണും പൊത്തി നമ്മൾ കണി കാണിക്കാൻ വേണ്ടി കൊണ്ടിരുത്തി. അവൻ നല്ല ഹാപ്പിയായിരുന്നു വിളക്കെല്ലാം കത്തിച്ചതെല്ലാം കണ്ടിട്ട്. അത് കഴിഞ്ഞ് പൊന്നൂസും അത് കഴിഞ്ഞ് മോനൂസും എണീറ്റ് വന്നു. മക്കൾക്കെല്ലാവർക്കും ഞങ്ങളത് കഴിഞ്ഞ് കൈനീട്ടവും കൊടുത്തു. മക്കളെല്ലാം കണി കാണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 5:30 കണി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവരെല്ലാം ഓടിക്കളിക്കാൻ വേണ്ടി തുടങ്ങി. അവർക്കിതെല്ലാം അത്ഭുതമായിരുന്നു. അങ്ങനെ ഓരോ സാധനമായിട്ട് അവർ വലിക്കാനും തുടങ്ങി. കുഞ്ഞൂസിന് ആദ്യം കൈ കിട്ടിയത് ഓറഞ്ചാണ്. അതുകൊണ്ട് അവനത് ഉരുട്ടി ഉരുട്ടി കളിക്കുന്നുണ്ടായിരുന്നു. പൊന്നൂസ് ആദ്യം തന്നെ പിടിച്ച് ഉണ്ണിയപ്പത്തിലാണ്. അത് പൊടിച്ചിട്ട് കഴിഞ്ഞിട്ട് അവന് സമാധാനമായുള്ളൂ. മോനൂസ് അനങ്ങാതിരുന്ന് ഇവർ കളിക്കുന്നത് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞൂസ് നല്ല ഹാപ്പിയാണ്. അവരുടെ വോക്കറിലുള്ള പാട്ട് കേട്ടിട്ട് അവൻ കൈമുട്ടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓരോരുത്തരെയായിട്ട് കുളിപ്പിച്ച് കുറുക്കും കൊടുത്ത് ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. താറ്റിയോട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ സ്ഥിരമായി പോകാറുള്ള അമ്പലമാണിത്. പക്ഷെ 1 വർഷത്തിലധികമായി ഇവിടെ വന്നിട്ട്. ഞങ്ങൾ അങ്ങനെ അമ്പലത്തിലെത്തി. ഞങ്ങൾ അകത്ത് കയറി ഭഗവാനെ തൊഴുത്ത് പ്രാർത്ഥിച്ച് വിഷുക്കണിയും കണ്ട് പ്രസാദവും കൈനീട്ടവും വാങ്ങി പുറത്തിറങ്ങി. ക്ഷേത്രത്തിൽ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. ക്ഷേത്രത്തിൻ്റെ തൂണിൽ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ട്. ഇന്ന് വിഷുവായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ തൊഴുതു മടങ്ങി. അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ എത്തിയത് ഞങ്ങളുടെ വല്യമ്മയുടെ വീട്ടിലേക്കാണ്. വല്യമ്മയുടെ പേര് കാർത്തിയായനി എന്നാണ്. ഞങ്ങളുടെ അച്ഛമ്മയുടെ സ്ഥാനമാണ് വല്യമ്മയ്ക്കുള്ളത്. ഇത് വല്യമ്മയുടെ മോളാണ് അനുദേച്ചി. ഇതാണ് വല്യമ്മയുടെ വീട്ടിലെ വിഷുക്കണി. ഞങ്ങളുടെ വീട്ടിൽ ഓട്ടുരുടിയിലായിരുന്നു വിഷുക്കണി ഒരുക്കിയിരുന്നത്. കണ്ണൂർ ഭാഗത്തൊക്കെ അരിമാവ് കൊണ്ട് കളം വരച്ച് പുതിയ മൺചട്ടിയിലാണ് കണിയൊരുക്കാറ്. വല്യമ്മ ഓരോരുത്തരെയായിട്ട് ഇരുത്തി കണി കാണിച്ച് തലയിൽ അരിയിട്ട് അനുഗ്രഹിച്ച് വിഷു കൈനീട്ടവും കൊടുത്തു. ഞങ്ങൾ അവിടുന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. അവിടുന്ന് വാവകൾക്ക് കുറുക്കും കൊടുത്ത് അവരെയും കൂട്ടി ഞങ്ങൾ വിഷ്ണുവേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. നേരത്തെ എണീറ്റുകൊണ്ട് മക്കളെല്ലാം ഉറങ്ങിയിരുന്നു. ഞങ്ങളങ്ങനെ വിഷ്ണുവേട്ടൻ്റെ വീട്ടിലെത്തി.
അവിടെ അച്ചാച്ചനും അച്ചമ്മയും മക്കൾക്ക് വേണ്ടിയിട്ട് വിഷുക്കോടിയും വിഷുക്കൈനീട്ടമായിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വിഷുക്കണി. അച്ചാച്ചനും അച്ചമ്മയും മക്കളെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. 3 ആൾക്കും പുതിയ കളിപ്പാട്ടം കിട്ടി. അത് കിട്ടിയതോടെ അവർക്കെല്ലാം സന്തോഷം. ഇനി ഈ കളിപ്പാട്ടത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി. ഒരാൾക്കൊരു കളിപ്പാട്ടം കിട്ടിയാൽ അത് തന്നെ ബാക്കി 2 ആൾക്കും വേണം. അങ്ങനെയാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി. പുറത്ത് നല്ല ചൂടായതുകൊണ്ട് മക്കൾക്ക് അതിൻ്റേതായ അസ്വസ്ഥതകളുമുണ്ട്. അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ ഞങ്ങളങ്ങ് മാറ്റി. അവൻ ആ ഇല പറിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. ആരെങ്കിലും കാണുന്നുണ്ടോ നോക്കിയിരിക്കുകയാണ്. ആരും കാണുന്നില്ലെങ്കിലല്ലേ വേഗം ഇല പറിക്കാൻ വേണ്ടി പറ്റൂ. എന്നിട്ട് അവൻ്റെ ഒരു കള്ളച്ചിരി. അങ്ങനെ കളിപ്പാട്ടം കൊണ്ട് കളിച്ചു മടുത്ത അവർക്ക് ഒരു പുതിയ ന്യൂസ് പേപ്പർ കിട്ടി. പിന്നെ അതുകൊണ്ടായി കളി. അതെല്ലാം വലിച്ച് കീറി 4 ഭാഗത്താക്കി കഴിയുമ്പോഴേ അവർക്ക് സമാധാനമായുള്ളൂ. അമ്മ കുഞ്ഞൂസിന് ചൂട് കാരണം വീശി കൊടുക്കുന്നുണ്ട്. അവൻ നല്ല സുഖിച്ചിരിക്കുകയാണ് അമ്മമ്മയുടെ മടിയിൽ. അത് കഴിഞ്ഞപാട് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു. മക്കളെല്ലാവരും അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഉറക്കം എണീറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് ഞങ്ങൾ ചോറ് കൊടുത്തു. അത് കഴിഞ്ഞ് അവരെ ഒന്ന് തുടച്ച് ഡ്രസ്സും മാറ്റി. ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അച്ചാച്ചനോട് അച്ചമ്മയോട് യാത്ര പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ഞങ്ങളത് കഴിഞ്ഞ് നേരെ എത്തിയത് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലായിരുന്നു. മക്കളിതെല്ലാം അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു, അക്വേറിയവും ജീവികളെയെല്ലാം. ഇവരിതൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ. അവിടുന്ന് കുറച്ച് ഫോട്ടോസും എടുത്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലേക്ക്.